السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നാം പറഞ്ഞു വന്നുകൊണ്ടിരുന്ന വിഷയം അള്ളാഹു അവൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അവൻ്റെ വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പരിചയപ്പെടുത്തിയതായ ഒരു കച്ചവടത്തെ സംബന്ധിച്ചാകുന്നു. ആ കച്ചവടത്തിൻ്റെ നിബന്ധനകൾ, ആ കച്ചവടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ 4 തുഅ്മിനൂന ബില്ലാഹ്, ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, വറസൂലിഹി അവൻ്റെ തിരുദൂതരെ കൊണ്ട് വിശ്വസിക്കുക, വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ധർമ്മസമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക. അതാകുന്നു 4 കച്ചവടത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. അതിലൊന്നാമതായിട്ട് പറഞ്ഞത് തുഅ്മിനൂന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. ആ റബ്ബിനെ കൊണ്ട് നാം അടിയുറച്ച് വിശ്വസിക്കുക. ഏത് സമയത്തും അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, അവൻ നമ്മുടെ സൃഷ്ടാവാണ്, ഖാലിഖാണ് എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നാം അംഗീകരിക്കുകയും അതനുസരിച്ചുള്ള ഒരു ജീവിതം നാം കാഴ്ചവെക്കുകയും ചെയ്യണം. അതാകുന്നു ഒന്നാമത്തെ കച്ചവടം. അപ്പോൾ ആ ഒന്നാമത്തെ കച്ചവടത്തിൻ്റെ ഘടകം അതാകുന്നു. മുൻഗാമികളായ സ്വഹാബാക്കളും അതുപോലെ തന്നെ മഹത്തുക്കളും നമുക്ക് കാണിച്ചു തന്നതാകുന്നു. അറിയില്ലേ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ വേഷപ്രച്ഛന്നനായിക്കൊണ്ട് തൻ്റെ പ്രജകളുടെ ക്ഷേമാന്വേഷണത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു കൂട്ടം ആടിൻ പറ്റങ്ങളെയും തെളിച്ചുകൊണ്ടൊരു കാട്ടറബിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ കാട്ടറബിയോട് പറയുന്നു, അല്ലയോ മനുഷ്യ, നിന്റെ ആടിൻ പറ്റത്തിൽ നിന്നും ഒരു ആട്ടിനെ നീ ഒന്ന് പിടിച്ച് നീ ഒന്ന് കറന്ന് എനിക്ക് തരുമോ? എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, എൻ്റെ ദാഹം അകറ്റുന്നതിന് വേണ്ടി നീ ഒരു ഗ്ലാസ് പാല് നിൻ്റെ ആടിൽ നിന്ന് നീ കറന്നു തരുമോ? ആ സമയത്ത് ആ കാട്ടറബി പറയുന്നു, അല്ലയോ മനുഷ്യ, ഈ ആടിൻ പറ്റങ്ങളെ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഒരു യജമാനുണ്ട്. വൈകുന്നേരം ഈ ആടിൻ പറ്റങ്ങളെ ഞാൻ തിരിച്ചേൽപ്പിക്കണം. എൻ്റെ യജമാനൻ അറിയാതെ ഞാൻ ഒരിക്കലും തന്നെ ഈ ആട്ടിൽ നിന്നും പാല് കറന്ന് ഞാൻ തരികയില്ല. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു വെള്ളി നാണയം എടുത്തുകൊണ്ട് ആ അറബിയോട്, ആ കാട്ടറബിയോട് പറയുന്നു, അല്ലയോ മനുഷ്യ, ആട്ടിടയനായ മനുഷ്യ, നീ ഒരു ഗ്ലാസ് പാൽ എൻ്റെ ദാഹമകറ്റുന്നതിന് വേണ്ടി നീ കറന്നു തന്നാൽ നിൻ്റെ യജമാനൻ കാണില്ല, നിൻ്റെ യജമാൻ അറിയുകയില്ല. നിനക്ക് എൻ്റെ ഈ വെള്ളി നാണയം നിനക്ക് സമാനമായി നൽകുകയും ചെയ്യാം. ആ സമയത്ത് ആ ആട്ടിൻ പറ്റങ്ങളെ മേച്ചു കൊണ്ടുപോയതായ ആ കാട്ടറബിയായ മനുഷ്യൻ ആട്ടിൻപറ്റങ്ങളുടെ അടുത്ത് നിന്നും ഇങ്ങനെ നീങ്ങി വന്നിട്ട് ആ മനുഷ്യൻ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് അമീറുൽ മുഅ്മിനീനാണെന്നറിയാതെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ അജാനുഭാവനായ ആ മഹാനായ ആ മനുഷ്യൻ്റെ മുഖത്ത് ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഏ മനുഷ്യ, എൻ്റെ യജമാനനും നിൻ്റെ യജമാനനുമായ അള്ളാഹു കാണുമെന്നുള്ള യാഥാർത്ഥ്യം നിനക്കറിയില്ലേ? നീ എപ്പോഴെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്തിട്ടുണ്ടോ? ആ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ ഓതിയിട്ടുണ്ട്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, യജമാനനായ അള്ളാഹു എൻ്റെയും നിൻ്റെയും യജമാനായ അള്ളാഹു സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം നിനക്കുണ്ടോ എന്ന് ആ മനുഷ്യനോട് ചോദിക്കുമ്പോൾ മഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ 2ാമത്തെ പ്രസിഡൻ്റായ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വല്ലാതെ സന്തോഷിച്ചു പോയി, തമ്പുരാനെ, ഞാൻ ഭരിക്കുന്ന ഈ രാജ്യത്തിൽ നിന്നെ ഭയപ്പെടുന്ന, നിന്നെ വിശ്വസിക്കുന്ന അചഞ്ചലമായ വിശ്വാസം മനസ്സിലുള്ളതായ ഒരു കാട്ടറബി ഉണ്ടല്ലോ തമ്പുരാനെ. ഈ മനുഷ്യനെ എനിക്ക് നൽകിയ റബ്ബേ, നിനക്ക് എത്രയോ സ്തുതി. എൻ്റെ പ്രജകൾ എത്രയോ മഹാന്മാരും എത്രയോ നിന്നെ കൊണ്ട് വിശ്വസിക്കുന്നവനുമാണ് അല്ലാഹ്. അങ്ങനെ ആ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനെ സ്തുതിക്കുന്ന അപ്പോൾ ആ റബ്ബിനെ കൊണ്ടുള്ള വിശ്വാസം എത്രത്തോളം വലുതാണ് എന്ന് നാം മനസ്സിലാക്കുക. പരിപൂർണമായും എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ റബ്ബിനെ കൊണ്ട് വിശ്വസിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത റസൂലിനെ കൊണ്ടുള്ള വിശ്വാസം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.